ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ദൈവത്തോടും മാതാപിതാക്കളോടും എല്ലാ സഹജീവികളോടും പരസ്പരം നന്ദിയുള്ളവരായിരിക്കണം എന്ന സന്ദേശം ഇന്നത്തെ ശുശ്രൂഷയിൽ ഫാദർ അലക്സ് വാച്ചാപ്പറമ്പിലൂടെ നമുക്ക് ശ്രവിക്കാം. സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, പുറപ്പാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം എങ്ങനെയുള്ള ആരാധകരെയാണ് ആഗ്രഹിക്കുക, കാത്തിരിക്കുക എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നാണ് വചനം സൂചിപ്പിക്കുക. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പിതാവ് അങ്ങനെയുള്ള ആരാധകരെയാണല്ലോ കാത്തിരിക്കുക എന്നാണല്ലോ വചനത്തിൻ്റെ സാരാംശം. നമ്മുടെ അനുദിന ജീവിതവുമായി നമുക്കൊന്ന് ബന്ധപ്പെടുത്താം. ഒരു ദിവസം പ്രഭാതം നമ്മൾ ആരംഭിക്കുന്നു. ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ ആ ദിവസം നമ്മൾ കടന്നു പോകുന്നു. മധ്യാഹ്നത്തിലെത്തുന്നു, സായാഹ്നത്തിലെത്തുന്നു, നിശയുടെ യാമങ്ങളിൽ ആ ദിവസത്തിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് പൈസയുണ്ട്, നമ്മൾ നല്ലൊരു വീട്ടിൽ താമസിക്കുന്നു, നമുക്ക് ഭക്ഷണം കിട്ടുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ വന്ന വഴികൾ ഓർക്കാറില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട 2 വാക്കുകളുണ്ട്: കടപ്പാട് അല്ലെങ്കിൽ നന്ദി. ആരോടൊക്കെ നമ്മൾ കടപ്പാടുള്ളവരാണ്, ആരോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരാകണം. ഓരോ ദിവസത്തിൻ്റെയും തുമായ പ്രത്യേകതകളിൽ ഒത്തിരിയേറെ വ്യക്തികളുമായി, ഒത്തിരിയേറെ സംഭവങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുകയാണ്. അപ്പോൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വീട്ടിൽ വൈദ്യുതിയുണ്ട്, പത്രം കിട്ടുന്നു, മറ്റു പല കാര്യങ്ങൾ, വെള്ളമുണ്ട്, ആഹാരം കിട്ടുന്നു, യാത്ര ചെയ്യുന്നു. നമ്മൾ പല രീതിയിൽ യാത്ര ചെയ്യുന്നു. റോഡിൽ യാത്ര ചെയ്യുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു, യാത്ര ചെയ്യുമ്പോൾ പുറത്തു പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആശുപത്രിയെ സമീപിക്കുന്നു, ഡോക്ടറെ സമീപിക്കുന്നു, ഫാർമസിയെ സമീപിക്കുന്നു, ലാബിനെ സമീപിക്കുന്നു. ഒത്തിരിയേറെ കാര്യങ്ങളും ഒത്തിരിയേറെ വ്യക്തികളുമായി ഉള്ള നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും ദുഃഖകരമായി നമ്മൾ മറന്നുപോകുന്ന നമ്മുടെ ഒരു മനോഭാവമാണ് കടപ്പാട് അല്ലെങ്കിൽ നന്ദി എന്നുള്ള മനോഭാവം. അക്ഷരങ്ങൾ പഠിപ്പിച്ച ഗുരുക്കന്മാരെ മറന്നു പോകാറില്ലേ? നമുക്ക് അക്ഷരം പഠിക്കുവാൻ, വിദ്യ അഭ്യസിക്കുവാൻ തന്ന സ്ഥാപനങ്ങളെ മറന്നു പോകാറില്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെ വളർത്തിയ ഗുരുക്കന്മാർ, നമ്മുടെ സ്നേഹിതർ, അവരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? നന്ദി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കുക? കടപ്പാടിൻ്റെയും നന്ദിയുടെയും ഒരു മനോഭാവം ഉണ്ടായെങ്കിൽ മാത്രമേ, മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ ആരാധനയിൽ നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരോട്, നമ്മളെ വളർത്തിയ മാതാപിതാക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട്, സുഹൃത്തുക്കളോട്, അയൽക്കാരോട്, നമ്മളെ സഹായിക്കുന്ന
ഡോക്ടർമാരോട്, സ്ഥാപനങ്ങളോട്, നഴ്സുമാരോട്, യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരോട് ഒക്കെ നമുക്ക് നന്ദിയുടെ ഒരു മനോഭാവം ആവശ്യമാണ്. എനിക്ക് പൈസയുണ്ട്, ഞാൻ നല്ല വില കൂടിയ വാഹനത്തിലാണല്ലോ യാത്ര ചെയ്യുന്നത്, എനിക്ക് എൻ്റെ കാര്യം, അല്ലെങ്കിൽ ഞാൻ ഉയർന്ന നിലവാരമുള്ള ജീവിത സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, വലിയ വീടാണ് ഞാൻ താമസിക്കുന്നത്, എനിക്ക് പൈസയുണ്ട്, എനിക്കെല്ലാം ഇവിടെ ഉണ്ട് എന്ന മനോഭാവമാണോ നമ്മുടേത്? നിനക്ക് പൈസയുണ്ടെങ്കിലും, നീ ഉയർന്ന നിലവാരമുള്ള ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും, നീ വില കൂടിയ വാഹനത്തിലാണെങ്കിലും, നീ ഒരു സമൂഹ ജീവി ആയതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുക. നീ എത്ര ഉയർന്ന വിലപിടിപ്പുള്ള വാഹനത്തിൽ യാത്ര ചെയ്താലും റോഡിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരെല്ലാം ഉത്തരവാദിത്വത്തോടെ വാഹനം ഓടിച്ചെങ്കിലേ നിനക്ക് നിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്താൻ സാധിക്കുകയുള്ളല്ലോ. നീ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാം അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് വേണ്ട രീതിയിൽ നിൻ്റെ ജീവനക്കാർ ചെയ്യുമ്പോഴാണ് നിൻ്റെ യാത്ര സുഗമമാകുന്നത്. നീ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നീ കാണാത്ത ധാരാളം ജീവനക്കാരുടെ അർപ്പണബോധത്തോടെ, ഉത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തന ശൈലിയിലൂടെയാണ് നിൻ്റെ യാത്ര സുഖകരമാകുന്നത്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എനിക്ക് പൈസയുണ്ട്, ഞാൻ യാത്ര ചെയ്യുന്നു, ഉയർന്ന ജീവിത സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുന്നു, വലിയ വീട്ടിൽ ഞാൻ താമസിക്കുന്നു, വലിയ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, എനിക്ക് തന്ന ഭക്ഷണം അത് വളരെ രുചികരമായി ഉണ്ടാക്കിയവർക്കോട് നന്ദിയുടെ ഒരു മനോഭാവമുണ്ടോ? എന്നെ ചികിത്സിച്ച ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് തന്നെ ഞാൻ ഫാർമസിയിൽ നിന്ന് അവിടെ ഫാർമസിയിൽ മരുന്ന് എടുത്തു തരുന്നയാൾ അത് കറക്റ്റായിട്ട് എടുത്ത് തന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ ടെസ്റ്റുകൾ ലാബിൽ കറക്റ്റായിട്ട് അവിടുത്തെ ജീവനക്കാർ ചെയ്തതുകൊണ്ടാണ് നിനക്ക് നല്ല ചികിത്സ കിട്ടുന്നതും നിനക്ക് സൗഖ്യം കിട്ടുന്നതും. പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്നും, മനുഷ്യരുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ എനിക്ക് പൈസയുണ്ട്, എനിക്ക് എല്ലാമായി, അപ്പോൾ ഞാൻ എൻ്റെ ലോകത്താണ് എങ്ങനെയൊക്കെയുള്ള ഒരു സമീപനത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തെ ആരാധനയിലേക്ക് വരാൻ സാധിക്കുന്നില്ല. മനുഷ്യരിലേക്ക്, മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നില്ല. നമ്മിൽ എളിമ എന്ന പുണ്യം ജനിക്കുന്നില്ല. മറ്റുള്ളവർ എനിക്ക് ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തുടങ്ങുകയുള്ളൂ, മറ്റുള്ളവരെ സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങുകയുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ എളിമയോടെ വ്യാപരിക്കാൻ സാധിക്കുകയുള്ളൂ. നിൻ്റെ എതിരെ വരുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നയാൾ സുരക്ഷിതമായി ഉത്തരവാദിത്വത്തോടെ വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് നീയും സുരക്ഷിതമായി നിശ്ചിത സമയത്ത് നിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ഓഫീസിൽ പോയാൽ ആ ഓഫീസിലെ എത്രയോ ജീവനക്കാരുടെ സുഗമമായ ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തനത്തിലൂടെയാണ് നിൻ്റെ കാര്യങ്ങൾ സമയത്ത് നടത്താൻ നിനക്ക് സാധിക്കുക. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ സന്മനസ്സോടും സഹകരണത്തോടും പ്രവർത്തനത്തോടും കൂടിയാണ് നിൻ്റെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നത് എന്ന ചിന്തയുണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തുടങ്ങും. നീ ഇന്ന് ഉയർന്ന നിലയിൽ ആയെങ്കിൽ നിന്നെ ബാല്യകാലത്ത് പഠിപ്പിച്ച ഗുരുക്കന്മാർ, നിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുക്കന്മാർ, നിന്നെ കണക്ക് പഠിപ്പിച്ച ഗുരുക്കന്മാർ, അവരുടെയൊക്കെ ആ പരിശ്രമവും ത്യാഗവും കൊണ്ടാണ് നീ ഇന്ന് വളർന്നു വന്നത്. ഇനി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുക. നിന്നെ സ്നേഹത്തോടെ ത്യാഗത്തോടെ വളർത്തിയ നിൻ്റെ മാതാപിതാക്കൻ, ആ സ്നേഹം നൽകി വളർത്തിയ സഹോദരി സഹോദരന്മാർ, അങ്ങനെ വീട്ടിൻ്റെ ആ സ്നേഹം നൽകിയ അപ്പനോടും അമ്മയോടും കൂടപ്പിറപ്പുകളോടുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും നമ്മൾ ഒരിക്കലും മറക്കരുത്.
അങ്ങനെയാവുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനത്തോടെ കാണാനുള്ള ഒരു മനോഭാവം, ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിന് നഷ്ടപ്പെടുന്നതും ഇന്നത്തെ കുടുംബങ്ങളിലും വ്യക്തികളിലും നഷ്ടപ്പെടുന്നതുമായ ഈ കാഴ്ചപ്പാട് ആത്മീയതയുടെ ഒരു കാഴ്ചപ്പാടാണ്. മറ്റുള്ളവരെ ബഹുമാനത്തോടെ നോക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, എളിമയുള്ളവരാകുക. അതാണ് വന്ന വഴികൾ മറക്കരുത്, നമ്മൾ നന്ദിയുള്ളവരാകുക, കടപ്പാടുള്ളവരാകുക. മറ്റുള്ളവരോട് കടപ്പാട്, നന്ദി. നമ്മൾക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മൾ സമ്പന്നരായാലും നമ്മൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന വഴികൾ മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ പ്രവാസികളായ നമ്മളിവിടെ താമസിക്കുമ്പോൾ ഇവിടെ വരുവാൻ ഒത്തിരി പേര് സഹായിച്ചവരുണ്ടാകാം. നിനക്ക് ജോലി മേടിച്ച് തരുവാൻ, നിന്നെ സാമ്പത്തികമായി വളർത്തുവാൻ, നിന്നെ നല്ല നിലയിലാക്കുവാൻ നിൻ്റെ സുഹൃത്തുക്കളായിട്ടോ നിൻ്റെ നാട്ടുകാരായിട്ടോ നിൻ്റെ സ്വന്തക്കാരായിട്ടോ ഒക്കെ പല വ്യക്തികൾ നിന്നെ സഹായിച്ചിട്ടുണ്ടാകാം. അവരോടൊക്കെ നന്ദിയോടെയുള്ള മനോഭാവമാണ് ഉള്ളത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങൾ, സമീപനങ്ങളാണ്. അപ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളല്ലേ? യഥാർത്ഥ ആരാധകർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നതെന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ദൈവവുമായുള്ള നമ്മുടെ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യ മാതാപിതാക്കൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിച്ചിരുന്നു. പറുദീസായിൽ, ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള അവസ്ഥയിൽ, വരപ്രസാദ നിറവിൽ ആദവും ഔവായും ദൈവത്തെ ആരാധിച്ചിരുന്നു. എന്നാൽ ദൈവത്തെ ധിക്കരിച്ചപ്പോൾ അവർ എന്താണ് പാപം ചെയ്തത്? ദൈവത്തിൻ്റെ കൽപ്പനയെ മാറ്റി തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചു. ഞങ്ങൾ പറയുന്നതാണ് ഇനി മുതൽ ശരി തെറ്റ്, ദൈവം പറയുന്നതല്ല. ദൈവവചനത്തെ തള്ളി നന്മ തിന്മ ഇനി ഞങ്ങൾ തീരുമാനിക്കുന്നതാണെന്നൊരു മനോഭാവമാണ് ആദ്യ മാതാപിതാക്കൾ ചെയ്തത്. ദൈവകൽപ്പന ലംഘിച്ചു, തങ്ങളെ തന്നെ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. നമ്മൾ ചെയ്യുന്ന പാപങ്ങളും അതുതന്നെയാണ്. നമ്മളാണ് ന്യായീകരണങ്ങൾ നിരത്തുക, നമ്മൾ ചെയ്തത് ശരിയാണെന്ന് വാദിക്കുക. ദൈവവചനത്തിൻ്റെ തുറന്ന പുസ്തകത്തിൽ നിന്നുകൊണ്ടും തുറന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടും നമ്മുടെ പ്രവൃത്തികളെ വിശകലനം ചെയ്യാൻ നമ്മൾ മടിക്കുന്നു. അപ്പോൾ ആദ്യ മാതാപിതാക്കൾ തുടങ്ങിയ ആ പാപത്തിൻ്റെ അതേ പ്രവൃത്തികൾ തന്നെയാണ് പലപ്പോഴും നമ്മിൽ ദൈവവരപ്രസാദ നിറവിൻ്റെ തടസ്സമായി നിൽക്കുക. അതായത് നമ്മൾ തന്നെ നന്മ തിന്മ തീരുമാനിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ഹിതവും അന്വേഷിക്കാതെ നമ്മുടെ ഹിതത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ അഹങ്കാരം ജനിക്കുകയാണ്. അഹങ്കാരം ജനിക്കുന്ന മനുഷ്യനിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുകയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ, മനുഷ്യരോടുള്ള സഹജീവികളോടുള്ള ബന്ധത്തിൽ വിള്ളൽ, തന്നോട് തന്നെയുള്ള ബന്ധത്തിൽ വിള്ളൽ. അതാണല്ലോ ഈ വിള്ളലിൻ്റെ ഭയമായിട്ടാണ് ഭയം നമ്മിൽ രൂപപ്പെടുക, ഉടലെടുക്കുക. അതാണ് ആദം ഭയപ്പെട്ടത്. ഞങ്ങൾ നഗ്നരാണെന്ന് പറഞ്ഞത്. അവർ ദൈവത്തെ ഭയപ്പെട്ടു പാപത്തിന് ശേഷം. വരപ്രസാദ ജീവിതത്തിൻ്റെ നഷ്ടപ്പെടലിലൂടെ പാപം മൂലം ഭയം ജനിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവൻ, വരപ്രസാദ നിറവിൻ്റെ ജീവൻ, ദൈവ ഐക്യത്തിൻ്റെ ജീവൻ, മനുഷ്യമക്കളെ ദൈവം ആ ഒരവസ്ഥയിലേക്കാണ് ആഗ്രഹിച്ചതും സൃഷ്ടിച്ചതും. ഈ ദൈവവുമായുള്ള വിശുദ്ധ സഹവാസ ജീവിതം. ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ആനന്ദിക്കുന്ന പരമാനന്ദം മനുഷ്യമക്കൾക്ക് ലഭ്യമാകുവാൻ വേണ്ടി അവിടുന്ന് തൻ്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ ഗാഢബന്ധത്തിലേക്ക് ദൈവവുമായി സംഭാഷണം നടത്തുവാനും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും കഴിവുള്ള ആ താലന്താണ് ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയത്. അതാണ് അവിടുത്തെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കുക. ആയതിനാൽ തന്നെ ദൈവത്തിങ്കലേക്ക് തിരിയാതെ മനുഷ്യ ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം
ദൈവത്തിന് ദാഹിക്കാതെ മനുഷ്യ മക്കളിൽ സംതൃപ്തി ഉണ്ടാവുകയില്ല. ദൈവത്തിന് വേണ്ടി ദാഹിക്കാതെ മനുഷ്യ മക്കളിൽ സൗഖ്യം ഉണ്ടാകുകയില്ല. അപ്പോൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ട അവസ്ഥയിലേക്ക് ആ അവസ്ഥ നഷ്ടപ്പെടുത്തിയ മനുഷ്യ മക്കളോട് വീണ്ടും ദൈവം സ്നേഹിച്ച് ഈ മക്കൾക്ക് ഈ നഷ്ടപ്പെട്ട ഈ സൗഭാഗ്യം വീണ്ടും നൽകുവാൻ തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു. തൻ്റെ പരസ്യ ജീവിതത്തിലൂടെ, തൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ, കാൽവരിയിലെ കുരിശ് മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ, പരിശുദ്ധാത്മാവിലുള്ള നവമായ ജീവിതത്തിലൂടെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ട ഒരു വിശ്വാസ സമൂഹത്തെ, വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ ദൈവം അതിനുള്ള ഒരവസരം, ഒരു വീണ്ടെടുപ്പ് വീണ്ടും ദൈവത്തിൻ്റെ ഔദാര്യത്താൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും കുരിശുമരണവും പീഡാനുഭവമാകുന്ന പെസഹ രഹസ്യം വഴി അവിടുന്ന് നമുക്ക് വെച്ചു നീട്ടുകയാണ്. ഇത് സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും യോഗ്യതയുണ്ടോ? ദൈവപിതാവ് വെച്ച് നീട്ടുന്ന ഈ കരുണ, ദൈവപിതാവ് വെച്ച് നീട്ടുന്ന ഈ വ്യവസ്ഥയില്ലാത്ത സ്നേഹം, ഇത് സ്വീകരിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്? ദൈവപിതാവിൻ്റെ അനന്തമായ സ്നേഹത്താൽ, ഔദാര്യത്താൽ അവിടുന്ന് വീണ്ടും അവസരങ്ങൾ നൽകി എന്നെയും നിങ്ങളെയും അവിടുത്തെ പരിശുദ്ധ സഹവാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വരപ്രസാദ നിറവിൻ്റെ ജീവിതം. ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ ദൈവമേ എന്ന അങ്ങയിൽ അഭയം പ്രാപിക്കുന്നതുവരെ ഞാൻ അസ്വസ്ഥനാണ് എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ ഉദ്ധരണികൾ നമ്മുടെ ജീവിതത്തിലും എത്രയോ ശരിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നിടം വരെ നമ്മൾ അസ്വസ്ഥരാണ്. കാരണം നമ്മൾ അവിടുത്തെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചവരാണ്. ദൈവവുമായുള്ള വിശുദ്ധ സഹവാസമാണ് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മുടെ സത്തയിൽ അതുതന്നെയുമാണ്. അപ്പോൾ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കേണ്ടത് വചനമാകുന്ന സത്യമാകുന്ന യേശുവിൻ്റെ കൽപ്പനകൾ, സ്നേഹം. എൻ്റെ വചനം സത്യമാണ്, ആ സത്യത്തിന് സാക്ഷ്യം നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാണല്ലോ ഈശോ പറഞ്ഞത്. അപ്പോൾ ഈ സത്യമാകുന്ന യേശുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, ഈശോ നൽകുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിലൂടെ, യേശുവിലൂടെ പിതാവിനെ ആരാധിക്കുന്ന ആ ആരാധനയാണ്, മനോഭാവമാണ്, ജീവിതശൈലിയാണ്, സാക്ഷ്യപ്പെടുത്തലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും ഈ ഒരു ശൈലിയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരാകുന്നു. കടപ്പാട്, മറ്റുള്ളവരോട് ദൈവത്തോടുള്ള കടപ്പാട്, ദൈവത്തോടുള്ള നന്ദി, മാതാപിതാക്കളോടുള്ള നന്ദി, മാതാപിതാക്കളോടുള്ള കടപ്പാട്, സുഹൃത്തുക്കളോട്, അധ്യാപകരോട്, നമ്മളെ ചികിത്സിച്ച ഡോക്ടർമാരോട്, നമ്മൾ പഠിച്ചിറങ്ങിയ സ്ഥാപനത്തോട്, നമ്മുടെ സമൂഹത്തോടൊക്കെ നന്ദിയുള്ളവരായി നമ്മൾ മാറുന്നു. ഓരോ വ്യക്തിയെ കാണുമ്പോഴും ആശ്ചര്യത്തോടുകൂടെ നന്ദിയുടെയും മതിപ്പിൻ്റെയും ബഹുമാനത്തിൻ്റെയും എളിമയുടെയും മനോഭാവങ്ങൾ നമ്മിൽ രൂപാന്തരപ്പെടുന്നു, ഉടലെടുക്കുന്നു, ജനിക്കുന്നു. അത് നമ്മളെ പുത്തൻ കാഴ്ചപ്പാടിലേക്ക്, ഒരു പുത്തൻ മാനവിക സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതുവഴിയാണ് നമ്മൾ മനുഷ്യത്വത്തെ മാനിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മൾ വളരണം, ഓരോ ദിവസവും വളരണം. ആശ്ചര്യത്തോടെ പ്രകൃതിയെ നോക്കണം, ദൈവത്തെ നോക്കണം, നമ്മെ തന്നെ നോക്കണം. നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. ഇതിനപ്പുറമായി ഞാൻ ഇത്രയൊക്കെ ആയിരുന്നിട്ടും, ഇത്രയെല്ലാം സ്നേഹത്തിൻ്റെ വിരുന്നെനിക്ക് വെച്ച് നീട്ടിയിട്ടും, അവിടുത്തെ ഔദാര്യത്താൽ എന്നെ മാടി വിളിച്ചിട്ടും ഇതിനെയൊന്നും പരിഗണിക്കാതെ ഞാൻ മുഖം തിരിഞ്ഞു നിന്ന എൻ്റെ അവിശ്വസ്തതയുടെ നാളുകൾ, ദൈവകൽപ്പനയെ ലംഘിച്ച നാളുകൾ, എന്നിട്ടും ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഞാൻ മറന്നപ്പോഴും എന്നെ മറക്കാത്ത ദൈവം. ഞാൻ ദൈവത്തെ തള്ളിയപ്പോഴും ഉപേക്ഷിച്ചപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. ഞാൻ ദൈവത്തിലും എൻ്റെ സഹപ്രവർത്തകരിലും പ്രതീക്ഷ വെക്കാഞ്ഞപ്പോഴും, നിരാശപ്പെട്ടപ്പോഴും, ജീവിതാനുഭവങ്ങൾ എന്നെ ദുഃഖത്തിലും നിരാശയിലേക്ക് നയിച്ചപ്പോഴും
ദൈവം എന്നിൽ പ്രത്യാശ വെച്ചു എന്നുള്ളത് എത്രയോ വിസ്മയാവഹമായ കാര്യമാണ്, എത്രയോ അതിശയിപ്പിക്കുന്ന സംഗതിയാണ്. മനുഷ്യരെന്നെ തെറ്റിദ്ധരിച്ചപ്പോഴും ദൈവം എന്നെ ശരിയായി ധരിക്കുന്നു, ദൈവം എന്നിൽ പ്രതീക്ഷ വെക്കുന്നു. എന്തെല്ലാം ജീവിത അനുഭവങ്ങളിലൂടെയാണ് വേദനയുടെ, ദുഃഖത്തിൻ്റെ, തെറ്റിദ്ധാരണയുടെ, നീരസത്തിൻ്റെ, ഒരുപക്ഷെ മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും വലിയ പരാതി എന്താണ്? നന്ദിയില്ലാത്ത ഒരു ജീവിതം. അനുദിന ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന പലവയല്ലേ, എത്രയേറെ ഞാൻ അവരെ സഹായിച്ചു, ഒരു വാക്ക് നന്ദി കേട്ടില്ല. ഇത് ഏതെല്ലാം തലങ്ങളിൽ നമുക്ക് കേൾക്കാം. വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, ഗുരുശിഷ്യ ബന്ധങ്ങളിൽ, സമൂഹങ്ങളിൽ എല്ലാം നമ്മൾ കേൾക്കുന്നതാണ് നന്ദിയുടെ ഒരു വാക്കില്ല. നന്ദിയില്ലാത്ത, കടപ്പാടില്ലാത്ത ഒരു മനോഭാവം, അത് ദൈവ രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. എന്നാൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ ചൈതന്യത്തിൽ രൂപവൽകൃതമാകുന്ന ഒരു സംസ്കാര മനോഭാവം നമ്മെ ദൈവത്തെ, മനുഷ്യരെ, സഹജീവികളെ എല്ലാം ബഹുമാനത്തോടെ, ആദരവോടെ, നന്ദിയോടെ, ആശ്ചര്യത്തോടെ കാണുന്ന, വിലമതിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ രൂപപ്പെടുത്തുകയാണ്. അതാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നതും. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഈ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്നതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചില്ല എങ്കിൽ അനുഷ്ഠാനങ്ങളിൽ മാത്രം, പ്രാർത്ഥനകൾ ചൊല്ലിത്തീർക്കുന്നതിൽ മാത്രം സംതൃപ്തി കണ്ടെത്തി നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കോ, പ്രാർത്ഥന നൽകുന്ന അതിൻ്റെ യഥാർത്ഥ സൗഖ്യത്തിലേക്കോ സംതൃപ്തിയിലേക്കോ എത്തിപ്പെടാതെ, പ്രാർത്ഥന അത് ആഗ്രഹിക്കുന്ന ഫലം നമ്മിൽ രൂപപ്പെടുത്താതെ നമ്മൾ മാറി നിൽക്കുന്നവരായും പോകും. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ആ വിശുദ്ധ സഹവാസത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആകുന്ന ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ പരിശുദ്ധ സഹവാസത്തിൽ, വരപ്രസാദ ജീവനിൽ, ഉദാശ സ്വീകരണങ്ങളിലൂടെ ഉള്ള പ്രാർത്ഥനയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലൂടെ സഹോദര സ്നേഹങ്ങളിലേക്ക്, സഹജീവികളിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് എല്ലാം ദൈവസാന്നിധ്യം കാണുന്ന, അതിശയിക്കുന്ന, വിലമതിക്കുന്ന, ബഹുമാനിക്കുന്ന, നന്ദിയുള്ളവരാകുന്ന, വന്ന വഴികൾ ഓർത്തിരിക്കുന്ന കടപ്പാടിൻ്റെ മനോഭാവം രൂപപ്പെടുമ്പോൾ നമ്മിൽ മനുഷ്യത്വം ജനിക്കുകയാണ്. മനുഷ്യത്വം നമ്മിൽ ജനിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാനുഷിക സംസ്കാരം, മാനവികത നമ്മിൽ ഉടലെടുക്കുകയാണ്. യഥാർത്ഥ ദൈവസ്നേഹം നമ്മെ യഥാർത്ഥ മനുഷ്യത്വത്തിലേക്ക്, മാനവികതയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുക. അപ്പോൾ നന്മ തിന്മകൾ തീരുമാനിക്കുന്നത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തിൽ നയിക്കപ്പെടുമ്പോൾ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് എന്നിലെ തെറ്റുകൾ തിരുത്താനുള്ള വെല്ലുവിളി സ്വീകരിക്കുക, എളിമയുടെ മനോഭാവത്തിൽ വളരുക. ഇതെല്ലാം ആത്മാവിലൂടെ, സത്യത്തിലൂടെ പിതാവിനെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിനക്കെന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവം തന്ന ദാനമാണെന്ന തിരിച്ചറിവിൽ അഹങ്കരിക്കാതെ, എളിമയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ, സഹജീവികളുടെ മുമ്പിൽ ഈ വിശുദ്ധ സഹവാസത്തിലേക്ക് നിൽക്കുവാൻ, എത്തിപ്പെടുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഇന്ന് പ്രാർത്ഥിക്കാത്ത മനുഷ്യരാരുമില്ല. പക്ഷേ എന്താണ് പ്രാർത്ഥന നൽകുന്ന ആ അനുഭവത്തിലേക്ക്, ഈ വിശുദ്ധ സഹവാസത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രൂപാന്തരീകരണത്തിലേക്ക്, അല്ലെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആനന്ദിക്കുന്ന ആത്മാവിൻ്റെ പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ രൂപപ്പെടാത്തത്? നമ്മൾ ഇനിയും ഒത്തിരി വളരാനുണ്ട്. പരിശുദ്ധ സ്നേഹത്തിൽ, സത്യത്തിൽ, മൂല്യങ്ങളിൽ, പരസ്പര ബഹുമാനത്തിൽ, എളിമയിൽ നമ്മുടെ ജീവിത മനോഭാവങ്ങളാകുന്ന സാക്ഷ്യങ്ങൾ വഴി തീർച്ചയായും നമ്മൾ മറ്റുള്ളവരെ സ്വാധീനിക്കുകയാണ്. അതാണ് ദൈവം പറയുന്നത്, ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. ഈ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും.
ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഈ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് പറുദീസായിൽ ആദ്യ മാതാപിതാക്കൾ അനുഭവിച്ച ആ പ്രസാദവരത്തിൻ്റെ നിറവിലേക്ക്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യാം, നിഷ്കളങ്കതയിലേക്ക് യാത്ര ചെയ്യാം, എളിമയിലേക്ക് യാത്ര ചെയ്യാം, അവരനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കണ്ണോടുകൂടി അവനിലെ നന്മകളെ വളർത്തുന്ന സംസ്കാരത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന മണിക്കൂറുകളിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം. ഇതൊരു യാത്രയാണ്. ഇത് നമ്മുടെ മനോഭാവങ്ങളുടെ തിരുത്തലിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ ആഴം നമ്മളെ സ്പർശിക്കുമ്പോൾ മാത്രമേ, അവിടുത്തെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ മാത്രമേ, ആത്മാർത്ഥമായി തിരിയുമ്പോൾ മാത്രമേ നമ്മൾ ഈ ദൈവസ്നേഹം കൊണ്ട് നിറയുകയും നമ്മുടെ ഈ കാഴ്ചപ്പാടുകൾ ദൈവത്തിങ്കിലേക്ക്, മനുഷ്യരിലേക്ക്, സഹജീവികളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, പുത്രനായ യേശുവിലൂടെ അവിടുത്തെ പരിശുദ്ധ വചനത്തിലൂടെ വിശുദ്ധിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അങ്ങൊന്ന് നയിക്കുന്നു, ക്ഷണിക്കുന്നു. നന്ദി ദൈവമേ, ഞങ്ങളെ വളർത്തുന്നതിന്, ഞങ്ങളെ പരിപാലിക്കുന്നതിന്, ഞങ്ങൾക്ക് യോഗ്യതയില്ലാത്ത സ്നേഹം നൽകി ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി ദൈവമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ പരസ്പരം നന്ദിയുള്ളവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം ലഭിച്ചു എന്ന വിശ്വാസത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് നന്ദി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ